പിന്നെ പറയുന്നത് വമാ മിൻ ഗായിബത്തിൻ ഫിസ്സമാഇ വൽ അർദി ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. എല്ലാം വമാ മിൻ ഗായിബത്തിൻ, ഏതൊരു മറഞ്ഞ കാര്യവുമില്ല, ഏതൊരു മറഞ്ഞ കാര്യവുമില്ല. ഗായിബത്ത്, ഗായിബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മറഞ്ഞ കാര്യം. ഏതൊരു മറഞ്ഞ കാര്യമാവട്ടെ, എവിടെ? ഫിസ്സമാഇ വൽ അർദി, ആകാശത്തിലാവട്ടെ ഭൂമിയിലാവട്ടെ, ഏതൊരു മറഞ്ഞ കാര്യവും ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, സുവ്യക്തമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ ഒന്നും തന്നെ ഇല്ല. എല്ലാം ഇവിടെ അള്ളാന്റെ ലൗഹുൽ മഹ്ഫൂദിൽ രേഖയാണ്. ഈ ലോകത്ത് അവനൊഴികെയുള്ളതൊക്കെ മഖ്ലൂക്കുകളാണ്. എല്ലാ മഖ്ലൂക്കിനെ കുറിച്ചുമുള്ള കൃത്യമായ കാര്യങ്ങൾ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്ന സുരക്ഷിത ഫലകത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ റബ്ബിന്റെ അറിവ്, ആ അറിവ് അവൻ അറിയുന്നു എന്നുള്ളത് മാത്രമല്ല, അതൊക്കെ രേഖയിലുള്ള കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ട കാര്യം കൂടി ആണ്. കിതാബും മുബീൻ എന്ന് പറയുമ്പോൾ ലൗഹുൽ മഹ്ഫൂദാണ്. ലൗഹുൽ മഹ്ഫൂദ് എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഫലകം. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളും വിവരങ്ങളും വിജ്ഞാനങ്ങളും ലോകത്തുള്ള സർവ്വ കാര്യങ്ങളും എല്ലാം രേഖപ്പെടുത്തപ്പെട്ട, അത് റബ്ബിന് മാത്രം അറിയാവുന്നതാണ്. അവിടേക്കും വേറെ ആരും നോക്കൂല. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറയുന്നത് അവരുടെ ഔലിയാക്കന്മാരെപ്പോഴും അയിമൽക്കാൻ നോക്കുക എന്നാണ്. ഔലിയാക്കന്മാരെ അവരെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നോ ഓവർ എന്നാണ് മുഹയ്യിദ്ദീൻ മാല. ഓവറാണ്, ഓവറായ വിശ്വാസമാണ്. അവരെ കണ്ണെപ്പോഴും ലൗഹിൽ അതെന്നോവർ. നാട്ടിൽ പറയുന്ന മാലപ്പാട്ടുകളിലൊക്കെ പറയുന്നത് ഔലിയാക്കന്മാരെപ്പോഴും കണ്ണ് ലൗഹുൽ മഹ്ഫൂദിലാണ്. ഇതൊക്കെ നിങ്ങളോട് എന്തിനാ പറയണേ അറിയോ? നിങ്ങളാരും ഇപ്പോൾ പാടുന്നൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇത് പാടുന്നുണ്ട് നിങ്ങളുടെ സമൂഹത്തിൽ. നമ്മുടെ സമൂഹത്തിൽ കുറേ ആളുകൾ മുഹയ്യിദ്ദീൻ മാല സത്യസമ്പൂർണമല്ലെങ്കിൽ അള്ളാന്റെ ഖുർആനും സത്യസമ്പൂർണമല്ലെന്ന് പറയേണ്ടി വരും എന്നാണ് മുസ്ലിയാക്കന്മാർ പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഖുർആൻ പോലെ സത്യസമ്പൂർണ്ണാണെന്ത്? മുഹയ്യിദ്ദീൻ മാല. ഇതാണ് നമ്മുടെ ഖൗം. അവരെയാണ് നമുക്ക് നന്നാക്കാനുള്ളത്, അവരിലാണ് നമുക്ക് ദഅവത്ത് നടത്താനുള്ളത്. നല്ലോണം ഓർത്തു വെക്കുക. എന്നിട്ടൊന്ന് കണ്ണൊക്കെ തുറന്ന് ആളുകൾക്കിടയിൽ ഈ സത്യമൊക്കെ ഒന്ന് പറയാൻ നോക്കുക. നമ്മൾ ഒരുപടി ആളുകൾ നമ്മുടെ ദഅവത്ത് ആവശ്യമുണ്ട്. ഒരുപാട് ആളുകൾ ഇരുട്ടുകളിൽ മുങ്ങിക്കിടക്കുകയാണ്. അവരെ രക്ഷപ്പെടുത്തണം. അവർ തെറ്റിദ്ധരിച്ച് കിടക്കുകയാണ്. അവരെ അവരുടെ പണ്ഡിതന്മാർ ഉറക്കിക്കിടത്തിയിരിക്കുകയാണ്. ഏതോ സ്വപ്നക്കഥകളും അതേപോലെയുള്ള ഉമ്മക്കഥകളുമൊക്കെ പറഞ്ഞിട്ട് ഒരു മായാവലയത്തിൽ അവരെങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ആ സമൂഹത്തെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തും ഹദീസുകളൊക്കെ ഓതിയിട്ട് തട്ടി വിളിച്ചിട്ട്, സമൂഹമേ, നിങ്ങളെ നരകത്തിലേക്ക് അവർ കൊണ്ടുപോകുന്നത്, രക്ഷപ്പെട്ടോളൂ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് നല്ല ഇഖ്ലാസോടെയുള്ള അറിവ് വേണം, അല്ലെങ്കിൽ അത് പറയാൻ കഴിയൂല. അതിനതൊക്കെ നമ്മൾ പഠിക്കണം. നമുക്ക് നമ്മളെ തൗഹീദ് ഉറക്കണം, മറ്റുള്ളവരോടത് പറയണം. ഇതൊക്കെ അള്ളാഹിനെ കുറിച്ച് ആകാശഭൂമികളിൽ ഒന്നും തന്നെ അവന് മറിഞ്ഞതായിട്ടില്ല, എല്ലാം അവന്റെ രേഖയിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് വേറുള്ളവർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ അള്ളാഹുവിന് ഇതിലൊരു പ്രത്യേകത? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകമായ എല്ലാ കാര്യവും. ഇന്നദാലിക ഫീ കിതാബ്, അതൊക്കെ അള്ളാഹിന്റെ ഗ്രന്ഥത്തിലുണ്ട്. അതൊക്കെ കൂടി എഴുതി വെക്കാൻ പറ്റുമോ? ഇന്നദാലിക അലല്ലാഹി യസീർ എന്നാ അള്ളാഹ് പറയുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ രേഖയിലാക്കുക, രേഖപ്പെടുത്തുക എന്നുള്ളതൊക്കെ അവന് വളരെ എളുപ്പമാണ്.